നമുക്കൊരുമിച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കാം. അവിടുന്ന് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് കേൾക്കാം. അതിന് പ്രത്യുത്തരമായി ഇതാ ഞാൻ എന്ന് അവിടുത്തോട് പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ, ലോകം മുഴുവനുമുള്ള എല്ലാ കർഷകരെയും കാർഷിക മേഖലയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാവിധ കീടങ്ങളുടെ ശല്യവും വിവിധ രോഗങ്ങളും അങ്ങ് ഉന്മൂലനം ചെയ്യണമെന്നും ഞങ്ങളുടെ വിളവുകൾ 100 മേനി ഫലം നൽകുവാൻ ഇടയാക്കണമെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കർഷകരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും കാർഷിക മേഖലയിലും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും അങ്ങ് നീക്കുകയും ശാശ്വത ഭാവിയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ കണ്ണുനീരും കഷ്ടപ്പാടും നീക്കി ഐശ്വര്യവും സമാധാനവും നൽകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കർഷകരെയും അവരുടെ കൃഷിയിടങ്ങളെയും കാർഷിക മേഖലയെയും വിപണന മാർഗങ്ങളെയും അവിടുത്തെ തിരുഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. സ്നേഹം മാത്രമായ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്ന ഒരു ഉത്തമദാസനാക്കി അവിടുന്ന് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.